ആ അതല്ലേ. കാരണം വെച്ചാൽ അത് എന്നെ വിളിച്ചായിരുന്നല്ലോ, ഫോൺ വിളിച്ചായിരുന്നു, സത്യമാണെന്നൊക്കെ ചോദിച്ചു വിളിച്ചില്ലേ. അപ്പോഴല്ലോ അന്നേ ഷൂട്ടിന്റെ സമയത്ത് ലേറ്റ് പിടിക്കാൻ പറയില്ലേ, അപ്പൊ നമ്മുടെ ചില രംഗങ്ങള് കണ്ടിട്ട് പുള്ളിയുടെ ഇങ്ങനെ കൈ ഇങ്ങനെ വിറക്കില്ലായിരുന്നു. അതായത് നമ്മുടെ ഒരു കെട്ടിപ്പിടുത്തം വന്നപ്പോ പുള്ളിക്കൊരു പേടി, കൈയൊക്കെ വിറച്ച്. എന്തായാലും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതന്നെ. അപ്പൊ എന്തായാലും ഈയിടെ സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു കല്യാണത്തിന് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ റിയ കരഞ്ഞു. അത് സങ്കടം വന്നു, ഉള്ള കാര്യം പറയാം. ആ അതല്ലേ. കാരണം വെച്ചാൽ അത് എന്നെ വിളിച്ചായിരുന്നല്ലോ, ഫോൺ വിളിച്ചായിരുന്നു, സത്യമാണെന്നൊക്കെ ചോദിച്ചു വിളിച്ചില്ലേ. അത് ഫേക്കാന്ന് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചു? ഫേക്കാന്ന് പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? എന്തായാലും നമ്മള് നല്ല റീൽസ് ഒക്കെ ആയിട്ട് ഞാനും റിയയും വരുവാണ് അല്ലേ. നല്ല സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അല്ലേ. പെരേര 50 പെണ്ണായിട്ട് റീൽ ചെയ്തു, ഞങ്ങൾ പക്ഷെ നല്ല കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ വരുവാണ്. ഞാൻ ഇല്ല റിയ എന്ന് പറഞ്ഞത് കേരളത്തോടൊന്ന് പറഞ്ഞത് ഞെട്ടോട്ടെ കേരളം. ഇന്ന് കേരളം കത്തോളം പറ. അതായത് ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് റീല് ഒരുപാട് പേര് എടുക്കാൻ വിളിക്കാറുണ്ട്, പക്ഷെ ഞാൻ അവരോട് പോകാറില്ല. എനിക്ക് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ വരുവാണെങ്കിലാണ് നമുക്ക് എടുക്കുക. അഭിലാഷിന് നമ്മൾ ഫ്രണ്ടാണ്, പെരയുടെ ഫ്രണ്ടാണ്, മാനേജറാണ്. ആ ഒരു നിലയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മാനേജറാണ്. ആ തെണ്ടി പറഞ്ഞ ബോഡിയാണ്, നിങ്ങൾ പറഞ്ഞ മാനേജറാണ്. മാനേജർ 50 രൂപ വണ്ടിക്കാർ ആയിരുന്നു. 50 രൂപ വണ്ടിക്കാശ് ഞാൻ കൊടുത്തു പറഞ്ഞായിരുന്നു കൊണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ, വീട്ടിലേക്ക് പോകണമെങ്കിൽ. ആരാ നമ്മളെ അത് നല്ല പറഞ്ഞ നല്ല പറഞ്ഞ. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പണ്ട് ഒരു റീൽ ചെയ്ത് ഓർക്കണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട് നമ്മുടെ ജയൻ സാറും സീമ ചേച്ചി അഭിനയിച്ച് അല്ലേ.